ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് ഇനിയും 2 മിനിറ്റ് ബാക്കിയുണ്ട്. ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് കുറേ പേരുടെ സംശയമാണ്. ആ സംശയമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിഹരിക്കാൻ പോണത്. അത് കാരണം കൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തുകൊണ്ടാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എൻട്രി ചെയ്യാൻ നിൽക്കണേ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൻ്റെ ഒരു ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ കംപ്ലീറ്റ് ആവാൻ ഒരു 2 മിനിറ്റ് ബാക്കിയുണ്ട്. നമ്മൾ ആ സമയത്ത് നോക്കുമ്പോൾ നമ്മളൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അറിയായിരിക്കും എന്താണ് ബുള്ളിഷ് എൻഗൾഫിംഗ് എന്നുള്ളത്. അതായത് ഒരു ബെയറിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ ആദ്യം ഫോം ചെയ്യണു, അതിനുശേഷം അതിനെ മൊത്തം എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ വരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ബെയറിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ് ആയിട്ട് നമുക്കറിയാം സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ്. അത് കാരണം കൊണ്ടാണല്ലോ പ്രൈസ് മേലൊന്ന് ഓപ്പൺ ചെയ്ത് താഴെ വന്ന് ക്ലോസ് ആയേക്കണത്. ആ ഒരു ക്യാൻഡിലിനെ കംപ്ലീറ്റ്ലി എൻഗൾഫ് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇപ്പുറത്ത് ഫോം ചെയ്യുന്നു. അപ്പോൾ ഒരു ബെയറിഷ് ക്യാൻഡിൽ എന്താണ് സംഭവിക്കുന്നത്? സെല്ലേഴ്സ് പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും അവർ അവിടെ ട്രേഡ് പ്ലേസ് ചെയ്യണത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിക്കുന്നത്? താഴേക്കുള്ള ഒരു ക്യാൻഡിലല്ല അവിടെ ഫോം ചെയ്യണത്. സെല്ലേഴ്സിന് പ്രോഫിറ്റ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യണം. പക്ഷെ നെക്സ്റ്റ് ക്യാൻഡിൽ സംഭവിക്കുന്നത് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യണമെന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒബ്വിയസ് ആയിട്ടും സെല്ലേഴ്സ് ആ ക്യാൻഡിലിൽ ട്രാപ്പായി പോകുന്നു. ട്രാപ്പായി പോകാന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ലോസ് വരികയാണ്. ആ ലോസ് വരുന്ന സമയത്ത് അവർ ലോസ് ഒഴിവാക്കാനായിട്ട് ഈ സെല്ല് ചെയ്ത ട്രേഡേഴ്സ് അവരുടെ ലോസ് ഒഴിവാക്കാനായിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. സെല്ല് ചെയ്ത ആൾക്കാരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് അവർ ബൈ ചെയ്യും എന്നുള്ളത്. സെല്ല് ചെയ്തേക്കുന്ന ട്രേഡേഴ്സ് ബൈ ചെയ്യുമ്പോൾ അവരുടെ പൊസിഷൻ എക്സിറ്റ് ആവുന്നു. അവിടെ സെല്ലേഴ്സിനേക്കാളും കൂടുതൽ ബയ്യേഴ്സ് ആക്റ്റീവ് ആവുന്നതോടുകൂടെ പ്രൈസ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ലോജിക്കാണ് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നതിന് മുന്നേ നമ്മൾ നോക്കുമ്പോൾ ഏറെക്കുറെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് വരുന്നത്. നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ 2 മിനിറ്റ് ക്ലോസിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് അതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് അല്ല, തിരിച്ചെന്താണ്? ആ പ്രൈസ് അവിടെ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ക്ലോസ് തരണം. അപ്പോൾ എന്താ സംഭവിക്കണേ? നമ്മൾ ഒരു 2 മിനിറ്റ് ഗ്യാപ്പിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കണത്? ചെറിയ, അതായത് 2 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഹയർ പ്രൈസിൽ ബൈ ചെയ്യേണ്ടി വന്നാൽ അത് കാരണം കൊണ്ടാണ് നേരത്തെ കൂട്ടി ട്രേഡ് ചെയ്യണത്. ഇതിനെ പറഞ്ഞതാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ആ കാരണം കൊണ്ട് നമ്മൾ നേരത്തെ കൂടി ട്രേഡ് എടുത്തപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരുന്നില്ല. നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ട്രേഡ് എടുക്കാൻ പാടില്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ പോയി തല വെച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഏർലി എൻട്രി കൊണ്ട് പലപ്പോഴും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലത്തെ കഥകളാണ് നമ്മൾക്ക് കിട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ട്രാറ്റജിയും ട്രേഡ് ചെയ്യുന്നത് ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ടിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് മാനുവലി ഒരു ചാർട്ട് നോക്കി ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഒരു 95% കേസുകളിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പീറ്റബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി നമുക്ക് മാനുവലി ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോരാതെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ EMA അല്ലെങ്കിൽ RSI പോലത്തെ പല ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിലും ഇതൊക്കെ ഓരോ ക്യാൻഡിലിന് ക്ലോസിനനുസരിച്ചിട്ടാണ് ആ ഇൻഡിക്കേറ്റർ പോലും വർക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്യാൻ ക്ലോസ് വേണം. എങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള മാനുവലി ഒരു ബാക്ക് ടെസ്റ്റ് മെജോറിറ്റി കേസിലും നടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ടിന് അനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തിരുന്നേ മതിയാവൂ. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഏർലി എൻട്രി എടുത്തിട്ട് നമുക്ക് എടുക്കേണ്ടാത്ത സിറ്റുവേഷൻസിൽ തലവെച്ച കൊണ്ട് മാത്രം, അതിൽ ലോസ് വന്നത് കൊണ്ട് മാത്രം നമുക്ക് റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങും. ആ റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓവർ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് മെജോറിറ്റി ആൾക്കാരും ഫേസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ആൾക്കാർ ഈ ഏർലി എൻട്രി നോക്കുന്നത് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് പോലത്തെ ടൈം ഫ്രെയിമുകളിൽ, അതായത് ചെറിയ ടൈം ഫ്രെയിമുകളിൽ ട്രേഡ് ചെയ്യാൻ നോക്കുന്നവരാണ് ഈ ഏർലി എൻട്രി. അതായത് പെട്ടെന്ന് ട്രേഡ് എടുക്കുക, പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുക, സ്കാൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവരാണ് ഇങ്ങനത്തെ അബദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെന്ന് ചാടുന്നത്. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച്
ബിഗിനേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 മിനിറ്റിന് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇനഫ് പേഷ്യൻസ് വേണം. ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് ക്ലോസ് ചെയ്യുക. ആ ക്ലോസ് ചെയ്യുന്നവരെ നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള സമയമുണ്ട്, പേഷ്യൻസും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ സ്ട്രാറ്റജി നമുക്ക് ധൈര്യത്തോടെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്കാൽപ്പിംഗ് പോലെ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം ബിഗിനേഴ്സ് ചെയ്യരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈവൻ ഇനഫ് എക്സ്പീരിയൻസ് ഉണ്ട്, നല്ലൊരു ട്രേഡറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും സോണുകൾ മാർക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ ട്രേഡിങ്ങിലേക്ക് കടക്കുന്നത്. നമുക്ക് ഡിമാൻഡ് സോൺ ഉണ്ടായിരിക്കും, സപ്ലൈ സോൺ ഉണ്ടായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിമാൻഡ് സോണിലേക്ക് നല്ല ശക്തമായിട്ട് പ്രൈസ് താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഡിമാൻഡ് സോണിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എൻട്രി പോവുകയാണ്. അതായത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എൻട്രി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം. ഒരിക്കലും ക്യാൻഡിലിന് താഴെ വെക്കണ പരിപാടി നടക്കത്തില്ല. കാരണം ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല, അവിടെ നിന്ന് പ്രൈസ് റിവേഴ്സ് ചെയ്യുമെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, ആ ഒരു സോണിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ നോക്കുക. ശരിയല്ലേ? അതേപോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രോബിലിറ്റി വളരെ കുറവാണ്. കാരണം ക്യാൻഡിൽ ക്ലോസ് ഇല്ല, നമുക്ക് ക്യാൻഡിലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കൺവിക്ഷനും ഇല്ല. നമുക്ക് ആകെ അവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ. അത് കാരണം കൊണ്ട് നമ്മൾ ഹാഫ് ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. വൺസ് ഹാഫ് ക്വാണ്ടിറ്റിയിൽ അവിടെ ട്രേഡ് ചെയ്തതിന് ശേഷം പ്രൈസ് നമ്മളുടെ ഫേവറബിളി അപ്പ് സൈഡിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കണം, അതായത് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഈവൻ അത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അതായത് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ പരിപാടി ഇവിടെ നടക്കത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതേ പരിപാടി തന്നെ ഒരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചറുള്ള മാർക്കറ്റിൽ അവിടെ ഒരു ഡിമാൻഡ് സോണിലാണ് നീ മാർക്ക് ചെയ്യണത്. അതിനുശേഷം ആ ഡിമാൻഡ് സോണിൽ നിന്നാണ് നിങ്ങളൊരു ബൈ എൻട്രി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 90% സിനാരിയോസിലും ആ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കും. അത് കാരണം കൊണ്ട് ഈ പറഞ്ഞ പരിപാടി ചെയ്യുമ്പോൾ ട്രെൻഡ് എന്താണെന്നുള്ളത് മേജറായിട്ട് നോക്കണം. അതേപോലെ തന്നെ അപ് ട്രെൻഡ് ആണെങ്കിൽ ഡിമാൻഡ് സോണിൽ ഈ പറഞ്ഞ ബൈ പ്ലേസ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ നമുക്ക് കൺവിക്ഷൻ കിട്ടുകയാണ്, ക്യാൻ ക്ലോസ് തരികയാണെങ്കിൽ ബാക്കിയുള്ള ഹാഫ് ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുക. അതേപോലെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും സോണിൻ്റെ താഴെ കീപ്പ് ചെയ്യാൻ നോക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിക്ക് പോകരുത്. നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ സമാധാനപരമായിട്ട് ട്രെൻഡ് നോക്കി 15 മിനിറ്റ് ടൈം ഫ്രെയിം വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കൊരു ഓവർ എക്സൈറ്റ്മെൻറ്റ്, അതായത് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് പാർട്ടൊക്കെ കില്ല് ചെയ്യാനായിട്ട് ഈ ടൈം ഫ്രെയിം 1 മിനിറ്റൊന്നും 5 മിനിറ്റൊന്നും 15 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപകരിക്കുന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം എന്താണ്, അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 15 മിനിറ്റ് ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ 9:15 തൊട്ട് 3:30 വരെയുള്ള സമയമാണല്ലോ മാർക്കറ്റുള്ളത്. അതിൽ അവസാനത്തെ 15 മിനിറ്റ് നോക്കണ്ട, കാരണം മാർക്കറ്റ് അവസാനിക്കുകയാണല്ലോ. അപ്പോൾ അതുവരെയുള്ള ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിലുകളുടെ എണ്ണം കുറവായിരിക്കും കമ്പയറിങ് 5 മിനിറ്റിൻ്റെയും 1 മിനിറ്റിൻ്റെയും. അത് കാരണം കൊണ്ട് തന്നെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും. നമ്മൾ 1 മിനിറ്റിൻ്റെയും 5 മിനിറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നോക്കുമ്പോൾ നമുക്കുണ്ടാവും അതിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈം ഫ്രെയിം ഹയർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വിന്നിങ് പ്രോബിലിറ്റിയും ആ ഒരു ട്രേഡറിന് വേണ്ട ഒരു പേഷ്യൻസും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ അതിലൊക്കെ പ്രൊഫഷണൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻഡിൽ ക്ലോസിന് മുന്നേ തന്നെ ട്രേഡ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.